രാഷ്ട്രമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളൂ എന്ന് പറയുമ്പോൾ അപ്പുറത്തും രാഷ്ട്രീയം കളിക്കുന്നുണ്ട് എന്ന ബോധ്യം എന്തുകൊണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ അതിനെ അതിനോട് കണ്ണടക്കുകയാണോ തരൂർ എന്ന സംശയമുണ്ട്. ഇതൊരു രാഷ്ട്രീയ ലാഭത്തിന് തരൂരും ഉപയോഗിക്കുകയാണോ? എന്നെ എവിടെ നിങ്ങൾ അവഗണിച്ചാൽ എന്നെ പരിഗണിക്കാൻ അപ്പുറത്ത് ഭരണപക്ഷമുണ്ട് എന്ന് കോൺഗ്രസ് തന്നെ കാട്ടിക്കൊടുക്കുകയാണോ തരൂർ എന്ന സംശയം അവിടെയുണ്ട്. അപ്പോൾ എന്നോട് 2 ദിവസം മുമ്പ് തന്നെ ഒരു ഡെലിഗേഷനെ അയക്കുന്ന കാര്യം റിജിജു വിളിച്ചു പറഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അതിനുശേഷം നിങ്ങളെ മാത്രമല്ല മറ്റു പ്രതിപക്ഷ പാർട്ടികളെയും വിളിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നേതൃത്വത്തെ അറിയിക്കുമല്ലോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണത്രേ റിജിജുവിനോട്. അപ്പോഴും തന്നെ വിളിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ നിമിഷം വരെയും ശശി തരൂർ തൻ്റെ പാർട്ടിയോട് പറഞ്ഞിട്ടില്ല എന്നിടത്ത് അദ്ദേഹം വേറെ തന്നെ മാറി നിൽക്കുന്നു, പാർട്ടി നിലപാടിനൊപ്പമല്ല എന്നതിൻ്റെ സൂചനയാണ്. അദ്ദേഹത്തിന് തൻ്റെ പാർട്ടി അറിയിക്കാനുള്ള ഒരു മര്യാദ കാണിക്കണമായിരുന്നു. ഈ പാർലമെൻ്ററി കമ്മിറ്റി അധ്യക്ഷനൊക്കെ ആയത് കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചിട്ടാണല്ലോ, കോൺഗ്രസ് MP ആണല്ലോ നിലവിൽ. നാളെ BJP ടിക്കറ്റിൽ ജയിച്ചുകൊണ്ട് BJP MP ആകുമ്പോൾ അദ്ദേഹത്തിന് BJPക്ക് ഒപ്പം നിൽക്കേണ്ടി വരും. BJP നിലപാടിന് വിരുദ്ധമായ ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അദ്ദേഹം BJPയിലേക്ക് പോവുകയാണോ എന്നുള്ള സംശയം സ്വാഭാവികമായും കോൺഗ്രസിൽ നേതാക്കൾക്ക് ഉയരാം. ഈ ഘട്ടത്തിൽ പറയാൻ പറ്റാത്തത് കൊണ്ട് പറയാണ്ടിരിക്കുന്നു എന്ന് മാത്രം.